Let us turn our Bibles to Psalms 127, verse 4 and 5. 127 സങ്കീർത്തനം 4-5 വാക്യങ്ങളിലേക്ക് നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തെ തുറക്കാം. As arrows are in the hand of a mighty man, so are children of the youth. Happy is the man that hath his quiver full of them. They shall not be ashamed, but they shall speak with the enemies in the gate. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെക്കൊണ്ട് തന്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിൽക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകുകയില്ല. As arrows are in the hand of mighty man, so are the children of youth. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. God has chosen us as arrows to be in his hands. ദൈവം തന്റെ കയ്യിലെ അസ്ത്രങ്ങളായി നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. Be to fulfill the purpose of God, the purpose of mighty God. He has chosen us. വീരനായ ദൈവത്തിന്റെ നിർണയം അഥവാ ഉദ്ദേശം നിറവേറ്റേണ്ടതിനായി അവൻ നമ്മെ തിരഞ്ഞെടുത്തു. We must become happy. നാം സന്തോഷമുള്ളവരായിരിക്കണം. And not only that, അത് മാത്രമല്ല, we should not be ashamed. നാം ലജ്ജിച്ചു പോകരുത്. With enemies boldly we have to speak. In such a way we must become powerful. ശത്രുവിനോട് ധൈര്യത്തോട് സംസാരിക്കാൻ തക്കവണ്ണം ശക്തിയുള്ളവരായി നാം കാണപ്പെടണം. Therefore, all must turn out as a mighty arrows in the hand of mighty man. ആയതുകൊണ്ട് വീരനായവന്റെ കയ്യിലെ അസ്ത്രങ്ങളായി നാം കാണപ്പെടണം. This evening time, God wants to fulfill that purpose in our lives. ഈ സന്ധ്യാവേളയിൽ ദൈവം തന്റെ ആ ഉദ്ദേശം നമ്മിൽ നിറവേറ്റുവാൻ ആഗ്രഹിക്കുന്നു. Here, mighty man speaks about our God. ഇവിടെ വീരൻ എന്ന് പറയുന്ന നമ്മുടെ ദൈവത്തെ കാണിക്കുന്നു. In the word of God, many places we can read about God as a mighty. ദൈവവചനത്തിൽ പലയിടങ്ങളിലും ദൈവത്തെ വീരൻ എന്നോ നാം കാണുന്നുണ്ട്. Even Psalms 50 verse 1, when we read, God the Father is addressed as a mighty God. 50-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുമ്പോഴും പിതാവായ ദൈവത്തെ വീരനായവൻ എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നു. Even in Psalms 45:3 also we can read God as a mighty one. 45-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിലും വീരനായവൻ എന്ന ദൈവത്തെക്കുറിച്ച് വായിക്കുന്നു. Even about Jesus Christ it is written mighty God. യേശുവിനെ കുറിച്ചും വീരനാം ദൈവം എന്ന് എഴുതിയിട്ടുണ്ട്. In Isaiah 9:6 when we read, യെശയ്യാപ്രവചന പുസ്തകം 9-ാം അധ്യായത്തിലെ 6-ാം വാക്യം വായിക്കുമ്പോൾ, unto Jesus mighty God that name is given. യേശുവിന് വീരനായ ദൈവം എന്നൊരു നാമം നൽകിയിരിക്കുന്നു. Yes, he is mighty. അതേ, അവൻ വീരനാണ്. He is very powerful. അവൻ വളരെ ശക്തിയുള്ളവനാണ്. Holy Spirit also mighty. പരിശുദ്ധാത്മാവും വീരൻ തന്നെയാണ്. Why God has chosen us? എന്തുകൊണ്ട് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു? To fulfill his purpose. അവന്റെ ഉദ്ദേശം നിറവേറ്റേണ്ടതിന്. According to the mind of God, we must act every time as arrows. We must go and do the work of God. ദൈവത്തിന്റെ മനസ്സിനൊത്തവണ്ണം സദാ നാം പ്രവർത്തിക്കുകയും വീരൻ എന്ന നിലയിൽ വീരന്റെ കയ്യിലെ അസ്ത്രം പോലെ നാം പോയി ക്രിയ ചെയ്യേണ്ടതിന്. Our God is great. നമ്മുടെ ദൈവം വലിയവനാണ്. In his hand, if he there as a useful vessel, the purpose of God will be fulfilled through our lives. അവന്റെ കയ്യിൽ ഉപയോഗപ്രദമായ ഒരു പാത്രമായി നാം എപ്പോഴും കാണപ്പെടുന്നുവെങ്കിൽ ദൈവികമായ ഉദ്ദേശം നമ്മിലൂടെ നിറവേറപ്പെടും. At this evening time, let God do that work for why he has chosen us. ഈ സന്ധ്യാവേളയിൽ എന്തിനായി ദൈവം നമ്മെ തിരഞ്ഞെടുത്തുവോ ആ ഉദ്ദേശം ദൈവം നിറവേറ്റുമാറാകട്ടെ. Speaking to enemies means ശത്രുവിനോട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ, or just having boldness to resist and overcome. നാം എതിർത്തു നിന്ന് ജയിപ്പാനുള്ളതായ ധൈര്യമുണ്ടാകുക എന്നതാണ്. We should not show our back to enemies. നാം ശത്രുവിനോട് പുറംകാട്ടരുത്. But at the same time, everyone should be bold enough to stand and fight till the very end. അപ്പോൾ തന്നെ എല്ലാവരും അന്ത്യസമയം വരെയും സ്ഥിരമായി നിന്ന് പോരാടുവാനിടയാകണം. Many, they don't want to hear the word Satan. പലരും സാത്താൻ എന്ന വാക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. They fear about him. അവർ അവനെ പേടിക്കുന്നു. They think anytime he can come and attack them. അവർ കരുതുകയാണ് എപ്പോൾ വേണമെങ്കിലും അവൻ വന്ന് ആക്രമിച്ചേക്കാമെന്ന്. He is not having power at all. അവന് ശക്തിയേ ഇല്ല. Our God is almighty. നമ്മുടെ ദൈവം സർവശക്തനാണ്. Before him, he is nothing. അവന്റെ മുൻപിൽ സാത്താൻ ഏതുമില്ല. When we understand and realize and experience the power of God, then only we can esteem his power as nothing. നാം ദൈവത്തിന്റെ ശക്തി എന്തെന്ന് മനസ്സിലാക്കി തിരിച്ചറിയുമ്പോഴാകുന്നു അവന്റെ ശക്തിയെ നമുക്ക് ഉയർത്തുവാൻ കഴിയുന്നത്. People, those who don't realize the power of God, they will esteem the power of devil as a greater power. ദൈവശക്തിയെക്കുറിച്ച് അറിയാതെ ഇരിക്കുന്ന ജനങ്ങൾ സാത്താന്റെ ശക്തിയെ ഉയർത്തി അത് വലുതെന്ന് വിചാരിക്കുന്നു. In front of God, he is nothing. ദൈവത്തിന് മുൻപാകെ അവൻ ഏതുമില്ല. And before his presence or before his strength is nothing. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന് മുൻപാകെ അവന്റെ ബലത്തിന് മുൻപാകെ സാത്താന്റെ ശക്തി ഏതുമില്ല. But many times we speak great about devil. എന്നാൽ പിശാചിനെ കുറിച്ച് പലപ്പോഴും നാം വലുതായി സംസാരിക്കുന്നു. Why they speak about that? എന്തുകൊണ്ട് അവർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു? Never they experience the power of God in their life. ഒരിക്കലും ദൈവത്തിന്റെ ശക്തി തങ്ങളുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചിട്ടില്ല. They never realize how great is he, how great is his power, how great is his works. ദൈവം എത്ര വലിയവൻ, അവന്റെ ശക്തി എത്ര വലിയത്, അവന്റെ പ്രവൃത്തി എത്ര വലിയതെന്ന് ഒരിക്കലും അവർ അറിഞ്ഞിട്ടില്ലായക കൊണ്ട്
these arrows that are made out of wood. ഈ അസ്ത്രങ്ങൾ, അമ്പുകൾ, അത് തടി കൊണ്ടോ മരം കൊണ്ടുണ്ടാക്കിയിരിക്കുന്നു. That is very feeble thing. അത് ബലഹീനപ്പെട്ടതുമാകുന്നു. But they sharpen it. പക്ഷെ അതിന് കൂർത്ത അഗ്രമുണ്ട്. They make it straight. അത് നേരെ ഉണ്ടാക്കുന്നു. They make it in such a way that should go and hit that point. അത് ആ പ്രത്യേക ദിശയിൽ ചെന്ന് പതിക്കത്തക്ക നിലയിൽ ഉണ്ടാക്കിയിരിക്കുന്നു. As long as it is in square, it is with a purpose, it is waiting to hit that point. അത് ആ പ്രത്യേക ദിശയിൽ ചെന്ന് പതിക്കേണ്ടതിനായിട്ട് എപ്പോഴും ഒരു ഉദ്ദേശത്തോടെ അത് കാത്തിരിക്കുന്നു. In his time, that mighty man takes and use it for his purpose. വീരനായവൻ അവന്റെ സമയത്ത് തന്നെ അത് എടുത്ത് അവന്റെ ഉദ്ദേശം നിവർത്തിക്കേണ്ടതിന് ഉപയോഗിക്കും. We are made out of wood, or we are made out of earth. We are very feeble. നാം മരം കൊണ്ട് അല്ലെങ്കിൽ മണ്ണ് കൊണ്ടുണ്ടാക്കപ്പെട്ടവരും ബലഹീനരുമാണ്. But at the same time, എന്നാൽ അതേ സമയം if we are polished and sharpened, നമുക്കതിനെ മിനുക്കി മൂർച്ചയാക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ, as a polished shaft or polished arrow, if we kept in right time, God will use for his purpose. മിനുക്കി അമ്പാക്കി നമ്മെ വെച്ചിരിക്കുന്നുവെങ്കിൽ തക്ക സമയമാകുമ്പോൾ ദൈവം അത് ഉപയോഗിക്കും. In Isaiah 49:2, when we read, യെശയ്യാപ്രവചനം 49:2 വാക്യം വായിക്കുമ്പോൾ, he hath made my mouth like a sharp sword, in the shadow of his hand hath he hid me, and made a polished shaft, in his square hath he hid me. അവൻ എന്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെ ആക്കി തന്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കി അമ്പാക്കി തന്റെ പൂണിയിൽ മറച്ചു വെച്ചു. Yes, this is the work God does in our life. ഇതാകുന്നു ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തി. He makes us a short sword, അവൻ മിനുക്കി അമ്പാക്കി മാറ്റി. and he takes in his hand and hides us. തന്റെ കൈയുടെ നിഴലിൽ അവൻ നമ്മെ ഒളിപ്പിക്കുന്നു. And he makes us a polished shaft. അവൻ മിനുക്കി അമ്പാക്കി അവൻ മാറ്റുന്നു. And in his square he keeps some time. അവന്റെ പൂണിയിൽ അല്പസമയം മറച്ചു വെക്കുന്നു. In Isaiah 51:16, when we read, യെശയ്യാപ്രവചന പുസ്തകം 51:16 വാക്യത്തിലേക്ക് വരുമ്പോൾ, here also we can read, ഇവിടെ നമുക്ക് വായിക്കുവാൻ കഴിയും, I have put my words in thy mouth, I have covered thee the shadow of mine hand, that I may plan the heavens and the lay foundations of the earth, and say unto Zion, thou art my people. ഞാൻ ആകാശത്തെ ഉറപ്പിച്ച ഭൂമിക്ക് അടിസ്ഥാനമിടുകയും സിയോനോട് നീ എന്റെ ജനമെന്ന് പറയുകയും ചെയ്യേണ്ടതിനോ ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിലാക്കി എന്റെ കൈയുടെ നിഴലിൽ നിന്നെ മറച്ചിരിക്കുന്നു. Through Holy Spirit and through the word of God, he makes us sharp arrows. പരിശുദ്ധാത്മാവിലൂടെയും തിരുവചനത്തിലൂടെയും മിനുക്കി അമ്പാക്കി അവൻ നമ്മെ മാറ്റുന്നു. As long as we are guided by Holy Spirit, പരിശുദ്ധാത്മാവിനാൽ നാം നടത്തപ്പെടുവോളം, as long as word of God in our mouth, ദൈവവചനം നമ്മുടെ വായിലിരിക്കുവോളം, and we are as a mighty arrows in the hand of God. നാം ദൈവത്തിന്റെ കരങ്ങളിൽ വീര്യമുള്ള ഒരു അമ്പായിരിക്കുന്നു. This evening time, let God change it through Holy Spirit. ഈ സന്ധ്യാവേളയിൽ പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമ്മെ മാറ്റട്ടെ. And if he makes it, first of all, it will go and reveal all the wicked imaginations of enemy. അങ്ങനെയാകിരിക്കുന്നുവെങ്കിൽ ഒന്നാമതായി അത് ദുഷ്ടന്റെ സകല നിരൂപണങ്ങളെ ചെന്ന് തകർക്കും. In 2 Kings chapter 9 verse 24 and 25, when we read, 2 രാജാക്കന്മാർ 9:24-25 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, here Joram came against Jehu. യഹോരാം യേഹുവിന് വിരോധമായി കടന്നു വന്നു. And Jehu drew a bow with his full strength and smote Joram between his arms. യേഹു വില്ല് കുലച്ച് യോരാമിനെ ഭുജങ്ങളുടെ നടുവേ എയ്തു. Arrows went out of his heart and he sunk down in his chariot. അമ്പവന്റെ ഹൃദയം തുളഞ്ഞ മറുപുറം കടന്നു അവൻ രഥത്തിൽ ചുരുണ്ടു വീണു. See, this man Joram came against Jehu to fight against him. നോക്കുക, യേഹുവിന് വിരോധമായി യുദ്ധം ചെയ്യുന്ന യോരാം കടന്നു വന്നു. That time he just used his arrows. ആ സമയം തന്റെ അമ്പ് അവൻ ഉപയോഗിച്ചു. He went and hit that harness or center of his chest. അത് കടന്നു ചെന്ന് അവന്റെ ഹൃദയത്തിന്റെ അല്ലെങ്കിൽ നെഞ്ചിന്റെ നടുവേ ചെന്ന് പതിച്ചു. And the arrows went out at his heart, the word of God says. ദൈവവചനം പറയുമ്പോൾ അമ്പവന്റെ ഹൃദയം തുളഞ്ഞ് മറുപുറം കടന്നുവെന്ന് പറയുന്നു. What can be compared with? ഇതിന് നമുക്ക് എന്തിനോട് ഉപമിക്കാം? It reveals all the wicked imagination of our heart. അത് നമ്മുടെ ഹൃദയത്തിന്റെ ദുഷ്ട നിരൂപണങ്ങളെയൊക്കെയും കാണിക്കുന്നു. Turning to Mark the Gospel, chapter 7, 22 and 23, when we read, മർക്കോസിന്റെ സുവിശേഷം 7:22-23 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, here about things which comes out of our heart, it is written. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അവിടെ എഴുതിയിരിക്കുന്നു. That which cometh out of the man, that defileth the man. മനുഷ്യൻ നിന്ന് പുറപ്പെടുന്നത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. Proceedeth evil thoughts, adulteries, fornication, murders, thefts, covetousness, wickedness, deceit, lasciviousness, and an evil eye, blasphemy, pride, foolishness. All these things come out from within and defile the man.
അകത്തുനിന്ന് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്നും അവൻ പറഞ്ഞു. It is in man's heart. അത് മനുഷ്യന്റെ ഹൃദയത്തിലുണ്ട്. A man think about himself, esteem about himself as a great. മനുഷ്യൻ തന്നെ തന്നെ താൻ വലിയവനെന്ന് ചിന്തിക്കുന്നു, In his നിരൂപിക്കുന്നു. heart nothing is there, no abomination is there. Such a way they esteem about himself. അവന്റെ ഹൃദയത്തിൽ മറ്റു യാതൊന്നുമില്ലാതെ തന്നെ തന്നെ ചിന്തിച്ച് തന്നെ തന്നെ ഉയർത്തുന്ന അനുഭവമാണ്. But in the tempting situations, എന്നാൽ പ്രലോഭനം വരുന്ന സാഹചര്യങ്ങളിൽ, or opportunities in favor of them, അല്ലെങ്കിൽ തങ്ങൾക്ക് അനുകൂലമായ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ, when they put in a place where they can act independently, സ്വതന്ത്രമായി തനിക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്ന നിലയിൽ അവരാകുമ്പോൾ, such type of things slowly comes out. അങ്ങനെയുള്ളതായ കാര്യങ്ങൾ ക്രമേണ പുറത്തു വരുന്നു. So through Holy Spirit only we can find out. പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ നമുക്ക് കണ്ടെത്തുവാൻ കഴിയൂ. When we use these arrows, നാം അസ്ത്രം ഉപയോഗിക്കുമ്പോൾ, when we become this arrow of God's hand, ദൈവത്തിന്റെ കരങ്ങളിലെ അസ്ത്രമായി നാം മാറുമ്പോൾ, that will first of all hit our heart itself. ഒന്നാമതായി അത് നമ്മുടെ ഹൃദയത്തിൽ തന്നെ തറയ്ക്കും. And that will open our heart and show to God. അത് നമ്മുടെ ഹൃദയത്തെ തുറന്ന് ദൈവത്തെ കാണിക്കും. Lord, these type of things are abominable in my heart. കർത്താവേ, ഇങ്ങനെ മ്ലേച്ഛമായ മലിനമായ കാര്യങ്ങൾ എന്റെ ഹൃദയത്തിലുണ്ട്. Lord, cleanse me, sanctify me. Like that we can humble ourselves and pray. കർത്താവേ, എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമെന്ന് താഴ്ത്തി പ്രാർത്ഥിപ്പാൻ കഴിയും. Second thing, രണ്ടാമത്തെ കാര്യം, this arrows comes in our life, ഈ അസ്ത്രം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, or when we become arrows, അല്ലെങ്കിൽ നാം അമ്പാകുമ്പോൾ, that hypocrisy will go away from our life. കപടഭക്തി നമ്മുടെ ജീവിതത്തെ വിട്ടുപോകും. In 2 Chronicles chapter 18, 29 to 33 when we read, 2 ദിനവൃത്താന്തം 18-ാം അധ്യായത്തിന്റെ 29 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, here king of Judah made affinity with the king of Israel. ഇവിടെ ഇസ്രായേൽ രാജാവ് യഹൂദ രാജാവുമായി ഉടമ്പടി ചെയ്തു. They made a covenant with them. അവർ തമ്മിൽ ഒരു ഉടമ്പടി ചെയ്തു. They made a plot to go against Ramoth Gilead. രാമോത്ത് ഗിലെയാദിലേക്ക് പോകേണ്ടതിന് അവർ തീരുമാനമെടുത്തു. The king of Israel asked king of Judah, will you come along with me for battle? ഇസ്രായേൽ രാജാവ് യഹൂദ രാജാവിനോട്, നീ എന്നോട് യുദ്ധത്തിന് വരുന്നുവോ എന്ന് ചോദിച്ചു. He said, oh, I am ready to come with you. അവൻ പറഞ്ഞു, ഞാൻ നിന്നോടുകൂടെ വരുവാൻ ഒരുക്കമാണ്. So they prepared for battle. അവർ യുദ്ധത്തിനായി ഒരുക്കി. We know the incident. സംഭവം നമുക്കറിയാമല്ലോ. King of Israel told, ഇസ്രായേൽ രാജാവ് പറഞ്ഞു, I will disguise myself ഞാൻ വേഷം മാറും, and I will go to the battle. ഞാൻ പടയിൽ കടക്കും, I will be like an ordinary man. ഞാൻ ഒരു സാധാരണ മനുഷ്യനെ പോലെ ആയിരിക്കും. I won't show myself as a king. ഞാൻ രാജാവ് എന്ന് എന്നെ തന്നെ കാണിക്കയില്ല. I will be like an ordinary soldier. ഞാനൊരു സാധാരണ പടയാളിയെ പോലെയാകും. But you act as a king. പക്ഷെ നീ രാജാവായി തന്നെ ഇരുന്നു കൊള്ളുക. Josaphat accepted it. യഹോശാഫാത്ത് അത് സമ്മതിച്ചു. They went for battle. അവർ യുദ്ധത്തിനായി പോയി. King of Syria told, അരാം രാജാവ് പറഞ്ഞു, don't fight anyone else. മറ്റാരോടും യുദ്ധം ചെയ്യരുത്. Just fight with king. രാജാവിനോട് മാത്രം യുദ്ധം ചെയ്യണം. And so Syrian army, they drew near to attack him. ആയതുകൊണ്ട് അരാം സൈന്യം അവനെ ആക്രമിക്കേണ്ടതിന് അടുത്തു വന്നു. When he understood that seriousness, ആ ഗൗരവം അവൻ മനസ്സിലാക്കിയപ്പോൾ, they are not fighting with anyone, they are fighting against me. മറ്റാരോടുമല്ല, അവർ യുദ്ധം ചെയ്യുന്നത് എന്നോട് തന്നെയാണ്. And I am in the edge of death. ഞാൻ മരണത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നു. Now I can't escape. ഇപ്പോൾ എനിക്ക് രക്ഷപ്പെടുവാൻ സാധ്യമല്ല. Immediately he lifted up his voice. പെട്ടെന്ന് അവന് ശബ്ദമുയർത്തി. And he cried. അവൻ നിലവിളിച്ചു. God heard his prayer. ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു. God delivered him. ദൈവം അവനെ വിടുവിച്ചു. Immediately they told, പെട്ടെന്ന് അവർ പറഞ്ഞു, he is not king. അവൻ രാജാവല്ല, He is crying. അവൻ കരയുന്നു. He is trying to escape. അവൻ രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നു. If he is king, he won't cry. അവൻ രാജാവെങ്കിൽ നിലവിളിക്കയില്ല. God made him to find favor in their eyes. അവരുടെ ദൃഷ്ടിയിൽ അവന് കടാക്ഷം ലഭിക്കുവാൻ ദൈവം ഇടയാക്കി. But at the same time, എന്നാൽ അതേ സമയം one soldier, without knowingly, he used his arrow. ഒരു പടയാളി അറിയാതെ അവൻ അസ്ത്രം എയ്തു. In verse 33 it is written, 33-ാം വാക്യത്തിൽ a എഴുതിയിരിക്കുമ്പോൾ, certain man drew a bow at a vesture and smote the kings of Israel between the joints of his harness. എന്നാൽ ഒരുത്തൻ എതിർച്ചയാ വില്ല് കുലച്ച ഇസ്രായേൽ രാജാവിനെ കവചത്തിനും പതക്കത്തിനും ഇടയ്ക്ക് എയ്തു. He said to his chariot man, turn thine hand that thou mayest carry me out of the host. I am wounded. അവൻ തന്റെ സാരഥിയോട്, നിന്റെ കൈ തിരിച്ച് എന്നെ പടയിൽ നിന്ന് കൊണ്ടുപോകാൻ ഞാൻ കഠിനമായി മുറിവേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. He thought, if I disguise myself, I can escape. അവൻ ചിന്തിച്ചു, ഞാൻ വേഷം മാറിയാൽ എനിക്ക് രക്ഷപ്പെടാം. If I show myself as a soldier, I can escape. ഒരു പടയാളി എന്ന് എന്നെ തന്നെ കാണിച്ചാൽ രക്ഷപ്പെടാമെന്ന്. And I can be in battlefield, but I can see the death of King Josaphat. എനിക്ക് യുദ്ധക്കളത്തിലായിരുന്നോട് യഹോശാഫാത്തിന്റെ മരണം കാണുവാൻ കഴിയും. With the cunning, wicked imaginations, he entered into battle. ആ ഉപായം ദുഷ്ടനിരൂപണത്തോടെ അവൻ യുദ്ധത്തിൽ പ്രവേശിച്ചു. He tried to hide himself. തന്നെ തന്നെ മറയ്ക്കുവാൻ അവൻ ശ്രമിച്ചു. And he tried to see the evil of others. മറ്റുള്ളവരുടെ ദോഷം കാണേണ്ടതിനും ഇച്ഛിച്ചു. But what happened? പക്ഷെ എന്തു സംഭവിച്ചു? His arrow went and hit the harness of his heart. അസ്ത്രം ചെന്നവന്റെ ഹൃദയത്തിലേക്ക് തറച്ചു.
dear children of God. പ്രിയ ദൈവമക്കളെ, When we become an arrow in the hand of God, നാം ദൈവത്തിന്റെ കരങ്ങളിൽ അമ്പാകുമ്പോൾ surely we will be an arrow of deliverance. തീർച്ചയായും വിടുതലിന്റെ അമ്പായി നാം മാറും. Another thing, in 1 Samuel when we read, മറ്റൊരു കാര്യം 1 ശമൂവേൽ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ chapter 20 verse 36, 20-ാം അധ്യായത്തിന്റെ 36-ാം വാക്യം, here we can see about arrow ഇവിടെ ഒരു അമ്പിനെ കുറിച്ച് കാണുന്നു. which was in the hand of Jonathan. അത് യോനാഥാന്റെ കയ്യിലുള്ള അമ്പ്. It guided David. അത് ദാവീദിനെ വഴികാട്ടി. Or what to do, how to act, that it showed. എന്ത് ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കണമെന്നത് കാണിച്ചു. And David was unaware of the situation. സാഹചര്യത്തെക്കുറിച്ച് ദാവീദിന് അറിവില്ലായിരുന്നു. He understood a bit. Saul is very much harsh with him. ശൗൽ തന്നോട് കഠിനമായിരിക്കുന്നു എന്നവൻ മനസ്സിലാക്കി. That's all he understood. അത്രമാത്രം താൻ മനസ്സിലാക്കി. But he did not understand the seriousness. പക്ഷെ ഗൗരവം താൻ മനസ്സിലാക്കിയില്ല. Jonathan studied the situation. യോനാഥാൻ സാഹചര്യം പഠിച്ചു. He used that arrow. ആ അമ്പ് അവൻ ഉപയോഗിച്ചു. He said the lad, ആ ബാല്യക്കാരനോട് അവൻ പറഞ്ഞു, go and pick up that arrow. പോയി ആ അമ്പെടുത്തുകൊണ്ട് വരിക. It is beyond thee. അത് നിനക്കപ്പുറമാണ്. Go in haste. നീ ബന്ധപ്പെട്ടു പോകാം. Don't stand. നീ നിൽക്കരുത്. Run fast. വേഗത്തിൽ പോകാം. What he said from behind, David understood that counsel. എന്താകുന്നു അവൻ ഉദ്ദേശിച്ചതെന്ന് ദാവീദ് ആലോചന മനസ്സിലാക്കി. Dear brother, dear sister, പ്രിയ സഹോദര സഹോദരി, when we are in the hand of God, നാം ദൈവകരങ്ങളിലായിരിക്കുമ്പോൾ many things happen by and by. പല കാര്യങ്ങൾ അടിക്കടി സംഭവിക്കുന്നു. Whatever within our heart, that will be revealed. നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടോ അത് വെളിപ്പെടും. Eventually we can sanctify ourselves. അന്തിമമായി നമുക്ക് ശുദ്ധീകരിക്കപ്പെടുവാൻ We കഴിയും. can come out of all hypocrisies. കപടഭക്തിയെല്ലാം പുറത്തു വരും. We can get counsels from God. നമുക്ക് ദൈവിക ആലോചന പ്രാപിക്കാം. So this evening time, അതിനാൽ ഈ സന്ധ്യാവേളയിൽ let us ask the Lord, നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം. Lord, let us be as an arrow in thine hand. കർത്താവേ, ഞങ്ങൾ നിന്റെ കരങ്ങളിൽ ഒരു അമ്പായിരിക്കട്ടെ. You are mighty God. നീ വീരനായ ദൈവം. You are almighty. നീ You സർവശക്തനായ are ദൈവം. mighty in battle. യുദ്ധത്തിൽ വീരൻ. I should not be ashamed in this battlefield. ഞാൻ ഈ യുദ്ധക്കളത്തിൽ ലജ്ജിച്ചു പോകരുത്. Till last breath of life, we have to fight this battle. അന്ത്യശ്വാസം വരെ നാം ഈ യുദ്ധം ചെയ്യണം. Whether it is life or death, we have to face enemy and we have to finish our course. ജീവനായാലും മരണമായാലും ശത്രുവിനെ നേരിട്ട് നമ്മുടെ ഓട്ടം Come, തികയ്ക്കണം. let us all close our. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. Let us all stand up in the presence of നാം God. എല്ലാ ദിവസവും എഴുന്നേറ്റ് Let നിൽക്കാം. us all open our mouth and ask the Lord, നമ്മുടെ വായെ തുറന്ന് കർത്താവിനോട് അപേക്ഷിക്കാം. Lord, in this condition I should not continue. കർത്താവ്, ഈ അവസ്ഥയിൽ ഞാൻ തുടരരുത്. Lord, let me be like a lightning arrow. കർത്താവെ, ഞാൻ ഒരു മിന്നുന്ന ഒരു അമ്പായി കാണപ്പെടട്ടെ. Lord, let me be an arrow of deliverance. കർത്താവെ, ഞാൻ വിടുതലിന്റെ അമ്പായിരിക്കട്ടെ. I must bring deliverance unto me and for my church and for my people. ഞാൻ എനിക്കും എന്റെ സഭയ്ക്കും എന്റെ ജനത്തിനും വിടുതൽ കൊണ്ടുവരികയാണ്. When you take in thine hand, use for thy glory. നീ നിന്റെ കയ്യിൽ എന്നെ എടുത്തോ നിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമേ. And my prayers, എന്റെ പ്രാർത്ഥനകൾ, my praisings, എന്റെ സ്തോത്രങ്ങൾ, my meditation, എന്റെ ധ്യാനം, my spiritual life, എന്റെ ആത്മിക ജീവിതം, my every spiritual deeds, എന്റെ ആത്മികമായ സകല പ്രവൃത്തികളും that will hit the enemy. ശത്രുവിൽ ചെന്ന് തറയ്ക്കട്ടെ. And that will destroy the plans of enemy. ശത്രുവിന്റെ പദ്ധതികളെ തകർക്കട്ടെ. And that will destroy all the cunning devices of enemy. ശത്രുവിന്റെ സകല തന്ത്രങ്ങളെയും ഉപായങ്ങളെയും തകർക്കണം. Dear brother, dear sister, പ്രിയ സഹോദര സഹോദരി, arrow cannot go by itself. അമ്പിന് സ്വയമായി പോവാൻ സാധ്യമല്ല. It doesn't have life at all. അതിന് ജീവനേയില്ല. It doesn't use of its own. അത് സ്വന്തമായി അത് ഉപയോഗിക്കുന്നില്ല. But as long as it is in the hand of mighty, എന്നാൽ വീരന്റെ കയ്യിൽ ഇരിക്കുമ്പോൾ there is a hope. ഒരു പ്രത്യാശയുണ്ട്. Dear child of God, പ്രിയ ദൈവവേദലേ, you be in the hand of God. നീ ദൈവകരങ്ങളിലായിരിക്കാം. You are not in the hand of enemy. നീ ശത്രുവിന്റെ കയ്യിലല്ല. You are not in the hand of you. നീ നിന്റെ കയ്യിലുമല്ല. You are in the hand of God. നീ ദൈവകരങ്ങളിലാണ്. Because Holy Spirit is guiding you. എന്തുകൊണ്ടാൽ പരിശുദ്ധാത്മാവിനെ He നടത്തുകയാണ്. has filled you by Holy Spirit. നീ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതിനാൽ. Let us be polished by Holy Spirit this evening time. ഈ സന്ധ്യാവേളയിൽ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് മിനുക്കപ്പെടാം. Let our body, soul and spirit, let it control by Holy Spirit. നമ്മുടെ ദേഹം ദേഹി ആത്മാവ് പരിശുദ്ധാത്മാവിനാൽ ഉറപ്പിക്കപ്പെടട്ടെ. 100% let us come to the hand of God. 100% ദൈവകരങ്ങളിൽ വരട്ടെ. Let God use for His glory. ദൈവം തന്റെ മഹത്വത്തിന് ഉപയോഗിക്കട്ടെ. As an arrow of deliverance. വിടുതലിന്റെ അമ്പായി. And it will go and do its purpose. അത് പോയി അതിന്റെ ഉദ്ദേശം നിവർത്തിക്കും. Prophet Elijah, he was sick. പ്രവാചകൻ എലീശ രോഗിയായി. He was in sick bed. താൻ രോഗശയ്യയിലായിരുന്നു. King Joash came to see him. യോവാശ് രാജാവ് തന്നെ കാണുവാൻ വന്നു. And he cried. താൻ കരഞ്ഞു. The what? As chariot and horsemen unto Israel. നീ ഇസ്രായേലിന് തേരും തേരാളിയുമാകുന്നു. Now you are sick. ഇപ്പോൾ നീ രോഗിയായിരിക്കുന്നു. What shall I do? ഞാൻ എന്ത് ചെയ്യേണ്ടു? What Elisha told. എലീശ എന്ത് പറഞ്ഞു? Take thy bow and arrow. നിന്റെ അമ്പും വില്ലും എടുക്കാം. And he took his bow and arrow. താൻ തന്നെ അമ്പും വില്ലും എടുത്തു. He said to the king, put your hand there. രാജാവിനോട് നീ അവിടെ കൈവയ്ക്കാന്ന് പറഞ്ഞു. He put his hand upon it.
താൻ അതിന്മേൽ കൈവച്ചു. And Elisha put his hand upon the king's hand. രാജാവിന്റെ കൈമേൽ എലീശ കൈവച്ചു. He said, താൻ പറഞ്ഞു, now open the window. ഇപ്പോൾ കിളിവാതിൽ തുറക്ക. He opened it. താൻ അത് തുറന്നു. Elisha said, എലീശ പറഞ്ഞു, shoot. എയ്യുക. And he shot it. താൻ എയ്തു. And he said, അവൻ പറഞ്ഞു, this is the arrow of Lord's deliverance. ഇത് ദൈവത്തിന്റെ വിടുതലിന്റെ അസ്ത്രം. He said, താൻ പറഞ്ഞു, thou shalt deliver thy people from the hand of Syrians. അരാമ്യരുടെ കയ്യിൽ നിന്ന് ദൈവജനത്തെ നീ വിടുവിക്കും. Till thou consume Syrians, you will fight against them. അരാമ്യരെ മുറ്റുമായി മുടിക്കുവോളം നീ അവരോട് യുദ്ധം ചെയ്യും. Yes, this evening time. അതേ സന്ധ്യാവേളയിൽ. Believe that. അത് വിശ്വസിപ്പീൻ. Upon the hand of you, hand of God is coming. നിന്റെ കരത്തിന്മേൽ ദൈവകരം ഇതാ വരുന്നു. He is changing your arrow as arrow of deliverance. നിന്റെ അമ്പിനെ അവൻ വിടുതലിന്റെ അമ്പാക്കി മാറ്റുന്നു. Whatever things frightening you. നിന്നെ പേടിപ്പിക്കുന്ന ഏതു It may be sickness. അത് രോഗമാകാം. It may be weakness. അത് ബലഹീനതയാകാം. It may be financial crisis. അത് സാമ്പത്തിക പ്രതിസന്ധിയാകാം. You are jobless matter it may be. നിന്റെ ജോലിയിൽ അർത്ഥവസ്ഥയാകാം. How I am going to face tomorrow. നാളെയെ ഞാൻ എങ്ങനെ നേരിടും? How I am going to face this situation. ഈ സാഹചര്യം ഞാൻ എങ്ങനെ നേരിടും? Be a child of God. പ്രിയ ദൈവമൈതലേ. And you are going to be as arrow of deliverance. നീ വിടുതലിന്റെ അമ്പായി മാറുവാൻ പോകുന്നു. Because God has brought you here, He is going to make use of you as an arrow of deliverance. ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കിയാൽ ഒരു വിടുതലിന്റെ അമ്പാക്കി അവൻ നിന്നെ മാറ്റുവാൻ പോകുന്നു. His hand is coming upon you. അവന്റെ കരമിതാ നിന്മേൽ വരുന്നു. You are not alone. നീ തനിയല്ല. You are not going to face the situation all alone. സാഹചര്യങ്ങളെ നീ തനിയെ നേരിടുവാൻ പോകുന്നില്ല. Because hand of God is with you. എന്തുകൊണ്ടെന്നാൽ ദൈവകരം നിന്നോടുണ്ട്. He is saying, അവൻ പറയുന്നു, open the window. കിളിവാതിൽ തുറക്ക. Shoot. എയ്യുക. When you shoot it, നീ എയ്യുമ്പോൾ it will go as an arrow of deliverance. അത് വിടുതലിന്റെ അസ്ത്രമായി പോകും. That window, I want to compare with your vision. കിളിവാതിലിനെ നിന്റെ ദർശനവുമായി ഞാൻ തുലനം ചെയ്യുന്നു. And about your faith life. നിന്റെ വിശ്വാസ ജീവിതം. You believe God. നീ ദൈവത്തിൽ You വിശ്വസിക്കുന്നു. are going to see the glory of God. നീ ദൈവത്തിന്റെ മഹിമ കാണുവാൻ പോകുന്നു.